ഈ അനുഭവം പറയുമ്പോൾ ഒരു ഉറപ്പ് തരട്ടെ, ഇത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു മനോഹരമായൊരു സിനിമ കണ്ട് തീർന്ന ഒരു ഫീൽ ഉണ്ടാവും. 100%. അത്രയും ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു അനുഭവമാണ്. എല്ലാവരും കേൾക്കട്ടോ, മനസ്സിരുത്തി കണ്ണടച്ച് കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കാം. ശ്രീകാന്ത് സാർ നമസ്കാരം. ഞാൻ ബിന്ദു സുരേഷ്, തിരുവനന്തപുരത്തു നിന്നാണ്. എൻ്റെ ഒരു അനുഭവം ഞാൻ അയച്ചിരുന്നു. സാറ് അത് വായിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നു. പക്ഷേ എൻ്റെ കത്ത് വായിച്ചതായി ഞാൻ ഇതുവരെ കണ്ടില്ല. അങ്ങ് വിഷുവിന് പറയൂ എന്ന് മെസ്സേജ് ഇട്ടിരുന്നു. ഞാൻ എനിക്കറിയാവുന്നവരോടൊക്കെ വിളിച്ചു പറഞ്ഞു, ത്രിമധുരത്തിൽ ഇന്ന് എൻ്റെ അനുഭവമാണ് സാറിൻ്റെ ശബ്ദത്തിൽ കേൾക്കാൻ കഴിയുക എന്നത്. പക്ഷേ സാറിൻ്റെ തിരക്ക് ഞാൻ മനസ്സിലാവുന്നു. പക്ഷേ എൻ്റെ കണ്ണൻ എന്നെ വിടുന്നില്ലല്ലോ. എന്നും എനിക്ക് ഓരോരോ അത്ഭുതങ്ങൾ തന്നുകൊണ്ടിരിക്കുകയല്ലേ. കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം പറയാം. ഞാനൊരു ഓൺലൈൻ ഷോപ്പ് നടത്തുകയാണ്. കഴിഞ്ഞ കുറച്ചായിട്ട് എനിക്കൊരു ജോലിയില്ല. എനിക്ക് എൻ്റെ മോൻ മാത്രമേ ഉള്ളൂ. ഭർത്താവ് 16 വർഷം മുൻപ് മരണപ്പെട്ടതാണ്. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് ഞാനും മോനും ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം എല്ലാവരും കണിവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എനിക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ വയ്യ. ഞാനൊന്നും വാങ്ങിയിട്ടില്ല. എൻ്റെ മോൻ പറയുന്നു അവന് ഓഫീസിൽ ഫംഗ്ഷനുണ്ട്, എല്ലാവരും ഒരുപോലെയുള്ള ഡ്രസ്സാണ്, ഷർട്ട് വാങ്ങാൻ പൈസ കൊടുക്കണം എന്നൊക്കെ. പക്ഷെ എനിക്ക് കണിവെച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ ഓരോന്നോർത്ത് കടയിൽ വരാനിറങ്ങുമ്പോൾ വീടിന് മുമ്പിൽ ഒരു വീട്ടിൽ കുറേ കൊന്നപ്പൂവ് ചിലരൊക്കെ വന്ന് പറിച്ചുകൊണ്ട് നിൽക്കുന്നു. ഞാനൊരു ചെറിയ ഒരു തണ്ട് പൂവ് തരുമോ എന്ന് ആ പറിക്കുന്ന പയ്യനോട് ചോദിച്ചപ്പോൾ പിന്നീട് തരാമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ കുറച്ചു നേരം അവിടെ നോക്കി നിന്നു. ആ നേരത്ത് എന്നെ ആരോ ഫോൺ വിളിച്ചു. ഞാൻ ഫോൺ എടുത്തു. തിരിച്ചു വന്നപ്പോൾ അവിടെ ആരും തന്നെ ഇല്ല. ഗേറ്റും പൂട്ടിയിരിക്കുന്നു. ഞാൻ ആകെ സങ്കടപ്പെട്ടു. ഒരു തണ്ട് കൊന്നപ്പൂ കിട്ടിയിരുന്നെങ്കിൽ. ഞാൻ നേരെ കടയിൽ വന്നുട്ടോ. വന്ന ഉടനെ തൂത്തുവാരി വിളക്ക് തെളിച്ചു. അപ്പോൾ അടുത്ത കടയിലെ ചേച്ചി, മോളെ നിനക്ക് കണിക്കൊന്ന പൂ കിട്ടിയോ? ഞാൻ ഇല്ല ചേച്ചി. ഞാൻ നോക്കുമ്പോൾ ചേച്ചി എനിക്ക് ഒരു പിടി കൊന്നപ്പൂ കൊണ്ടുവരുന്നു. ഞാൻ എൻ്റെ കണ്ണാന്ന് വിളിച്ചു. ഞാൻ ആഗ്രഹിച്ചത് ഭഗവാൻ കണ്ടിരിക്കുന്നു. അങ്ങനെ എനിക്ക് പൂ മാത്രമേ ആയുള്ളൂ. വൈകുന്നേരമായിട്ടോ. എൻ്റെ ഒരു കോളേജ് ഫ്രണ്ട് 33 വർഷത്തിന് ശേഷം എന്നെ വിളിച്ചു. കോളേജ് ഗ്രൂപ്പിൽ അവൻ എന്നെ ആഡ് ചെയ്തപ്പോൾ അവൻ ഓരോ ഫ്രണ്ട്സിനെ വിളിച്ചു. കൂട്ടത്തിൽ എന്നെ വിളിച്ചതാണ്. അപ്പോൾ അവൻ എൻ്റെ വീടിനടുത്ത് ഒരു വീടിൻ്റെ പാല് കാച്ചലിന് വന്നതാണ്. നീ ഇവിടെ അടുത്താണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എൻ്റെ അടുത്ത് വന്നു. 33 വർഷം മുൻപ് കണ്ട എൻ്റെ ഒരു നല്ല സുഹൃത്ത്. അവൻ കുറേ നേരം ഇവിടെ ഇരുന്നു. കോളേജ് ലൈഫിലുണ്ടായിരുന്ന കാര്യങ്ങൾ പറഞ്ഞു ചിരിച്ചു. കട അടയ്ക്കുന്ന സമയമായി. അവൻ പോകുന്ന വഴിയിലാണ് എൻ്റെ വീട്. അപ്പം ഞങ്ങൾ വീട്ടിൽ പോയി. വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഒരു ചേച്ചി കുറച്ച് പച്ചക്കറി, പൈനാപ്പിൾ, ചക്ക, മാങ്ങ ഇതൊക്കെയായി വീട്ടിൽ നിൽക്കുന്നു. ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു, ചേച്ചി എന്താ ഇതൊക്കെ വാങ്ങിയേ? അപ്പോൾ പറയുക, ഉച്ചയ്ക്ക് എനിക്ക് തോന്നി ഇതൊക്കെ വാങ്ങി ഇവിടെ വരണമെന്ന്. ഞാൻ എൻ്റെ പൂജാമുറിയിലെ ഭഗവാനെ ഒരു നോട്ടം നോക്കി. അപ്പോൾ എൻ്റെ കോളേജ് ഫ്രണ്ട്, ഞാൻ പോട്ടെ, ഇനി നിന്നാ വൈകുമെന്ന് പറഞ്ഞു. ഞാൻ ശരിടാ എന്ന് പറഞ്ഞു. യാത്രയാകാൻ തുടങ്ങിയപ്പോൾ ഇതാ വിഷു കൈനീട്ടെന്ന് പറഞ്ഞ് കുറച്ച് നോട്ടുകൾ എൻ്റെ കയ്യിൽ വെച്ച് വന്നു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അവൻ നിർബന്ധപൂർവ്വം അതെന്നെ ഏൽപ്പിച്ച് മടങ്ങി. ശരിക്കും എൻ്റെ മുന്നിൽ എൻ്റെ ഫ്രണ്ടായി വന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയല്ലേ. ഒന്നുമില്ലാതിരുന്ന ഞാൻ നല്ല ഒരു വിഷുക്കണി വെച്ചു. മോന് ഷർട്ട് വാങ്ങിക്കൊടുത്തു. വിഷുവിന് പോയവർക്ക് സദ്യ കൊടുക്കാറുണ്ട് ഞങ്ങൾ. ഞാൻ എൻ്റെ ഏട്ടന് സദ്യയും കൊടുത്തു. ഈ വിഷുവിന് ഒരു കുറവുമില്ലാതെ ഞങ്ങൾക്ക് എല്ലാം തന്നത് ആ ചേച്ചിയുടെ രൂപത്തിലും എൻ്റെ ഫ്രണ്ട് വിനോദിൻ്റെ രൂപത്തിലുമാണ്. എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്. പിന്നെ വിഷുവിൻ്റെ അന്ന് ഉച്ചയ്ക്ക് മുതൽ എൻ്റെ വീട്ടിലൊരു കാക്ക അകത്ത് കയറി വരുമായിരുന്നു. സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചതിന് ശേഷം മാത്രമാണ് ആ കാക്ക പോയത്. ആരാണ് ആ കാക്കയായി വന്നത്? എല്ലാം എൻ്റെ കണ്ണൻ്റെ മായാലീലകൾ. ശ്രീകാന്ത് സാർ, ഇത് കുറച്ച് നീണ്ടുപോയി. സമയമുണ്ടെങ്കിൽ വായിക്കണേ. കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാനിത് ആദ്യം വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഇമോഷണലായിരുന്നു. ഇത് വീണ്ടും നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ വായിച്ചപ്പോൾ കുറച്ചുകൂടെ ഇമോഷണലായി. എന്താണെന്നറിയില്ല, ചില അനുഭവങ്ങൾ അങ്ങനെയാണ്. നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തും, ചിലപ്പോൾ സന്തോഷിപ്പിക്കും, ചിലപ്പോൾ അത് പൂർണ്ണമായിട്ട് പറയാനും പറ്റാറില്ല. ചിലപ്പോൾ നമ്മളങ്ങോട്ട് പകുതി വെച്ചൊക്കെ നിർത്തേണ്ടി വരും. ഈ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 8ഓളം അനുഭവങ്ങൾ വായിക്കുന്നുണ്ട്. എല്ലാവരും കേൾക്കാൻ ശ്രമിക്കുക. അതിലൊന്ന് നിങ്ങളുടേതായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടേതല്ലാത്തത് അടുത്ത ദിവസം എന്തായാലും ഉണ്ടാവും. ക്ഷമിച്ച് കാത്തിരിക്കുക കേട്ടോ. എന്നോട് ഒരു ദേഷ്യവും തോന്നിയിട്ട് കാര്യമില്ല. ഞാൻ 8 അനുഭവങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എൻ്റെ കയ്യിൽ എത്രയോളം അനുഭവങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത്. ഹരേ കൃഷ്ണ. ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചതിൽ ഏറ്റവും മനസ്സിൽ തട്ടിയ ഒരു അനുഭവം എല്ലാവരിലേക്കും എത്തിക്കുക കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നവർക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരിക. അങ്ങനെയാകുമ്പോൾ അനുഭവം പറയാനൊക്കെ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. ഹരേ കൃഷ്ണ.